അപ്പം നമുക്കിന്ന് ഒരു ചീസി എഗ് ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കിയാലോ. പേര് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ, പക്ഷെ ആളത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ആളെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ചിക്കൻ വേണം. അപ്പം നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. എൻ്റെ ബോൺലെസ് ചിക്കൻ ഇല്ല, എൻ്റെ കയ്യിലുള്ളത് ഇവനാണ്. നമുക്ക് ഇവനെ ബോൺലെസ് ആക്കി എടുക്കാം. അപ്പോൾ ബോൺലെസ് ഉണ്ടെങ്കിൽ ഈ പണി വേണ്ട. അപ്പം ബോൺലെസ് ആക്കിയിട്ട് ഇതിനകത്തിലേക്ക് ബേസിക് മാരിനേഷൻ. മല്ലിപ്പൊടി വേണ്ട, കരിഞ്ഞു പോകും. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സ്ക്യൂസ് ഓഫ് ലെമൺ, 2-3 ഡ്രോപ്പ് മതി കേട്ടോ, കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ. അത്രയും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബട്ടറിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ബട്ടറിൽ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് 4 എഗ്ഗ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നത്തെ എൻ്റെ വർത്താൻ ഇച്ചിരി ഓവറായിരിക്കും, കുഴപ്പമില്ല, സഹിക്കും. 4 മുട്ട ഇട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച്. പിന്നെ കുറച്ച് പാല് അല്ലെങ്കിൽ വെള്ളം ഏതെങ്കിലും ഇടുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മുട്ടയുടെ കുറച്ച് പോർഷൻ, ഞാൻ 2 റോളിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പകുതി ആഡ് ചെയ്ത്. 1 റോൾ ഉണ്ടാക്കുന്നെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. ഞാൻ 2 റോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് 4 മുട്ട എടുത്ത്. അപ്പോൾ അതിനകത്തിലേക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആഡ് ചെയ്യാം. സെയിം രീതി പനീർ ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ്, അല്ല വേറെ ഏതെങ്കിലും ചീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഞാൻ മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചപ്പാത്തി വെക്കുക. ചപ്പാത്തി ഇത് ഫുള്ളി കവർ ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ചപ്പാത്തി കൊണ്ട് ഇത്ര വലിപ്പമൊക്കെ വന്നുള്ളൂ. എന്നിട്ട് നേരെ തിരിച്ചിടുക. ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഇപ്പുറം തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. റോളാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിങ്ങനെ പെതുക്കെ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ഫസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പം ഒന്ന് ചെറുതായിട്ട് ചൂടാറി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഉടനെ എടുത്ത് കഴിച്ചാൽ ഭയങ്കര ചൂടായിരിക്കും. ഇതേണ്ട നമ്മുടെ ചീസി എഗ് ക്രിസ്പി ചിക്കൻ റെഡിയായി. ഈ ക്രിസ്പി എന്ന് പറഞ്ഞാൽ അത്ര ക്രിസ്പി ഒന്നും അല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പിന്നെ പേരിടാൻ സുഖത്തിന് വേണ്ടി ഇട്ടിട്ട കേട്ടോ. ഇത് ഞാൻ പലയിടത്തും ഇങ്ങനെ ഈ ഒരു റോള് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റേതായുള്ള രീതിയിൽ ഈ റോൾ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതിൽ ചിക്കൻ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ പനീറൊക്കെ. അപ്പം എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. എഗ്ഗ് ഞാൻ കഴിക്കും, ചിക്കന് വരെ ഞാൻ പനീർ ആഡ് ചെയ്യും. വേണമെങ്കിൽ ചിക്കൻ്റെ കൂടെ പനീർ ആഡ് ചെയ്താലും എന്തായാലും ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അവിടെ ഒരാൾ വിശന്നിരിക്കുക, ഇനി ഇത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എന്നെ പിടിച്ച് കഴിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.